മനസ്സും ശരീരവും തകർന്നുപോയ ബാലചന്ദ്രൻ്റെ ഓരോ വാക്കുകളും തൻ്റെ അളിയനായ ഗോവർദ്ധനെ ഭയപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്തു. മഴ തോരും മുമ്പേ എന്ന സൂപ്പർ ഹിറ്റ് ജനപ്രിയ പരമ്പരയിൽ ബാലചന്ദ്രൻ ഗോവർദ്ധനും സ്റ്റാലിൻ ജോസഫ് എന്ന വൈജയന്തിയുടെ മുൻ കാമുകനെയും അലീനയുടെ അച്ഛനെയും കണ്ട് മടങ്ങുമ്പോൾ കാറിൽ വെച്ച് ബാലചന്ദ്രൻ്റെ ഓരോ വാക്കുകളും ഇടറുന്നത് തൻ്റെ അളിയനായ വിശ്വസ്തനായ ഗോവർദ്ധനൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ ഗോവർദ്ധൻ ആ സത്യം ചോദിക്കുകയാണ്. എന്താണ് ബാലേട്ട സംഭവം, നമ്മൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിനെല്ലാം ഉത്തരം ബാലചന്ദ്രൻ ആ ഇടറിയ ശബ്ദത്തിൽ പറയുകയാണ്. അലീനയുടെ ജന്മരഹസ്യവും വൈജയന്തിയുടെ പൂർവ്വകാല ചരിത്രവും ബാലചന്ദ്രൻ ഗോവർദ്ധനോട് പറയുമ്പോൾ ബാലചന്ദ്രന് ശബ്ദമിടറുന്നതും സങ്കടം സഹിക്കുവാൻ വയ്യാതെ പിടിച്ചു നിൽക്കുന്നതും ഗോവർദ്ധൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ ബാലചന്ദ്രനെ ആശ്വസിപ്പിക്കാൻ ഗോവർദ്ധൻ ശ്രമിക്കുമ്പോൾ ആ സത്യങ്ങളൊക്കെ ഒരു ഞെട്ടലോടുകൂടിയാണ് കേട്ടതെങ്കിലും തൻ്റെ അളിയനെ ആശ്വസിപ്പിക്കുക എന്ന കടമ കൂടി തനിക്കുണ്ട് എന്ന് മനസ്സിലാക്കിയ ഗോവർദ്ധനൻ ബാലചന്ദ്രൻ്റെ ആശ്വാസവാക്കുകൾ കൊണ്ട് ഒന്ന് പിടിച്ചു നിർത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഗോവർദ്ധൻ്റെ ഓരോ ആശ്വാസവാക്കുകളും കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ്റെ മനസ്സ് കൂടുതലായിട്ട് തകരുകയാണ്. ആ പിടിച്ചു വച്ചിരിക്കുന്ന സങ്കടവും ദേഷ്യവുമൊക്കെ ഗോവർദ്ധൻ്റെ മുൻപിൽ പ്രകടമാക്കുകയാണ്. അത് മറ്റൊരു രീതിയിലല്ലോ, സങ്കടം സഹിക്കുവാൻ കഴിയാതെ വിങ്ങിപ്പൊട്ടി ബാലചന്ദ്രൻ ആ കാർ യാത്രയിൽ തന്നോട് പറയുകയാണ്. ഗോവർദ്ധന, നീ എൻ്റെ വിശ്വസ്തനാണ്, പക്ഷെങ്കിൽ എനിക്ക് ഇത്രയും നാൾ പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞു. ഇനിയും എനിക്കത് പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് സത്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറയണം എന്ന് പറഞ്ഞ് ഗോവർദ്ധനോട് ആ സത്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ്. താൻ ഇപ്പോൾ വെറും പുഴുവാണെന്നും തെരുവിലൂടെ ഒഴുകുന്ന ഓടയിലൂടെ പോകുന്ന പുഴുവിന് തുല്യമാണെന്നും അത്രത്തോളം താൻ തരം താഴ്ന്നു പോയുവെന്നും ഗോവർദ്ധനോട് പറയുമ്പോൾ, ഇല്ല ബാലേട്ടൻ്റെ മഹത്വം ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഇത്രത്തോളം സാധുവായ ഒരു മനുഷ്യനാണ് എന്ന് എനിക്ക് ഇപ്പോഴാണ് തോന്നുന്നത്. നിങ്ങളോട് എനിക്ക് ബഹുമാനവും സ്നേഹവും ഇരട്ടിക്കുകയാണ് എന്ന് പറയുകയാണ്. അങ്ങനെ ഗോവർദ്ധൻ തൻ്റെ വാക്കുകൾ കൊണ്ട് തൻ്റെ അളിയനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുവാൻ അല്ലെങ്കിൽ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ബാലചന്ദ്രൻ വീണ്ടും വീണ്ടും വിങ്ങിപ്പൊട്ടുന്ന ഒരു കാഴ്ച കാണും. ഇത് സഹിക്കുവാൻ കഴിയാതെ ഗോവർദ്ധനും ആ യാത്ര എങ്ങനെയൊന്ന് അവസാനിപ്പിക്കുമെന്ന് ശ്രമിക്കുന്നതും വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാട്ടോ. ഒടുവിൽ ബാലചന്ദ്രൻ ഗോവർദ്ധൻ്റെ മുൻപിൽ തൻ്റെ സങ്കടങ്ങളൊക്കെ വെട്ടിത്തുറന്ന് പറഞ്ഞ് താൻ അല്പം ആശ്വസിക്കുന്ന ഒരു മനോഹരമാകുന്ന കാഴ്ചയും ഒടുവിൽ കാണാം. അതിനുശേഷം വീട്ടിലെത്തിയ ബാലചന്ദ്രനും ഗോവർദ്ധനും തങ്ങളെ നിറമനസ്സോടുകൂടി അല്ലെ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുന്ന ബബിതയും രോഹിത്തും കൃഷ്ണമോളും അലീനയും ഗോവർദ്ധൻ വളരെ ശ്രദ്ധാപൂർവം നോക്കുന്നുണ്ടായിരുന്നു. അതിൽ ഗോവർദ്ധൻ്റെ ഓരോ ശ്രദ്ധയും അലീനയുടെ വാക്കുകളും ആ ചിരിയും ആ ബാലചന്ദ്രനോടുള്ള ആ സ്നേഹപ്രകടനവും ഒക്കെ ആയിരുന്നു. അങ്ങനെ തൻ്റെ സ്വന്തം മോളല്ലാഞ്ഞിട്ട് പോലും സ്വന്തം അച്ഛനെ പോലെ കാണുന്ന അലീനയെയും അതുപോലെ ബാലചന്ദ്രൻ സ്വന്തം മോളെപ്പോലെ കരുതുന്ന അലീനയും ബാലചന്ദ്രൻ ഇടപെടുന്ന ആ രീതികളുമൊക്കെ ഗോവർദ്ധന ശ്രദ്ധാപൂർവ്വം നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു മനോഹരമാകുന്ന കാഴ്ചകളൊക്കെ വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ കാണാൻ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ വീണ്ടും വരും ദിവസം മുതൽ എല്ലാ ദിവസവും പ്രമോ വിശേഷമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.